ഹജ്ജത്തുൽ വദാഇലെ ആ ഖുത്ബത്തുൽ വദാഇൽ തന്റെ വിടവാങ്ങൽ ഹജ്ജിലെ ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ വളരെ എടുത്തു ഉദ്ധരിച്ച് പറഞ്ഞ കാര്യം കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളൊക്കെ ആദം അലൈഹിസ്സലാമിൽ നിന്നാണ്, അദ്ദേഹമാവട്ടെ മണ്ണിൽ നിന്നുമാണ്. അറബിക്ക് അനറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒന്നും ഒരു സവിശേഷതയുമില്ല. എല്ലാവരുടെയും സവിശേഷത അവർ അള്ളാഹുവിന്റെ ഖിലാഫത്ത് പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് തമ്പുരാനെ അറിഞ്ഞ് നേർവഴിക്ക് ജീവിച്ച് മുന്നോട്ട് പോയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതായി നമുക്കറിയാം. ഇന്ന ദിമാഅക്കും ഹറാമുൻ അലൈക്കും വഇന്ന അഅറാലക്കും ഹറാമുൻ അലൈക്കും വഇന്ന അംവാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമത്തി യൗമിക്കും ഹാദാ കശഹരിക്കും ഹാദാ കബലദിക്കും ഹാദാ എന്ന് അറഫ മൈതാനിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച കാര്യം നമ്മുടെ മുമ്പിൽ പലവരും ആവർത്തിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്തം പവിത്രമാണ്, ജീവൻ പവിത്രമാണ്, സമ്പത്ത് പവിത്രമാണ്. ഈ മാസത്തിന്റെ പ്രത്യേകത പോലെ, ഈ ദിനത്തിന്റെ പവിത്രത പോലെ, ഈ പ്രദേശത്തിന്റെ പവിത്രത പോലെ എന്ന് ഊന്നിയിട്ട് ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കുന്ന ആ സവിശേഷമായ സന്ദർഭത്തിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലോകര പഠിപ്പിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനമായി നാം ഉയർത്തി കാണിക്കുന്ന ഈ പ്രഖ്യാപനത്തിലും മനുഷ്യനെ ഉൾക്കൊണ്ടും അംഗീകരിച്ചും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളെ വകവെച്ചു കൊടുത്തും അവനെ ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകണമെന്ന ഉത്ബോധനം മതിയായ അളവിൽ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇങ്ങനെ മനുഷ്യകുലത്തെ നോക്കിക്കാണാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിശകലനം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ ഒരു ക്രമത്തിൽ വിശ്വാസ വൈവിധ്യം, വിവിധ മതങ്ങൾ ഉണ്ടാവുക, വിവിധ വിശ്വാസക്രമങ്ങൾ ഉണ്ടാവുക, അത് ദൈവവിശ്വാസം ഉള്ളതും ദൈവനിഷേധപരവുമാവുക എന്ന ഈ വിശ്വാസ വൈവിധ്യത്തെയും ആ അർത്ഥത്തിൽ തന്നെ ഇസ്ലാം അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നാ ഹദൈനാഹു സബീല, നാം അവർക്ക് മാർഗം വളരെ കൃത്യമായി വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമിനെ കുറിച്ചാണ്, ഇസ്ലാം നൽകിയതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ തുടർച്ചയിൽ സൂറ അൽ ഇൻസാനിൽ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ അവർക്ക് ഈ വഴി സ്വീകരിച്ച് നന്ദിയുള്ള ദാസന്മാരായി അള്ളാഹുവിന്റെ വഴിയെ സഞ്ചരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് ഈ വഴിയെ നിരാകരിച്ച് നന്ദികേടിന്റെ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്യാമെന്ന് അള്ളാഹു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.